നമസ്കാരം. അപ്പോൾ എൻ്റെ പേര് അശോകാണ്. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് 22 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ഷെഫ് മേഖലയിൽ തന്നെ 22 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ആൾക്കാർ ബിസിനസ്സിലോട്ട് പോവുകയാണ്, നമ്മുടെ ഫുഡ് ബിസിനസ്സിലോട്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഷെഫുമാർക്കാണെങ്കിലും പോലും ഭയങ്കര ഡിഫിക്കൽട്ടീസാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഫ്യൂച്ചറിൽ. പക്ഷേ ഒരു 10 ഷെഫുമാർ തുടങ്ങിയപ്പോഴത്തേക്കും ചിലർ അപൂർവത്തിൽ ആൾക്കാർ മാത്രമേ അത് അൺസക്സസ് ആവുള്ളൂ. പിന്നെ ബാക്കി പേഴ്സണൽ കാര്യം കൊണ്ടിട്ടായിരിക്കും അവരൊക്കെ നിർത്തി പോകണമെന്നുണ്ടാവും. അപ്പം ഞാൻ എന്താ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം IT മേഖലയിലും പിന്നെ ഒരുപാട് പഠിച്ച് ആകുമ്പോൾ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ പാഷനായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലാത്ത മേഖലയിൽ ഇപ്പം പഠിക്കും, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 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 ഘട്ടമാകുമ്പോഴത്തേക്കും അവർ ഫുഡിലോട്ട് തിരിയാറുണ്ട്. അപ്പം അങ്ങനെ പോലുള്ള ആൾക്ക് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡ്സിലാണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരു ബ്രാൻഡ് അവർ ചെയ്യുമ്പോഴത്തേക്കും അവർ അതിൻ്റെതായ ഒരു GM വയ്ക്കും, ഒരുപാട് മാനേജേഴ്സിനെ വയ്ക്കും, ഷെഫിന് കൾണറീസിന് ഷെഫിനെ വയ്ക്കും. അപ്പം അതൊരു വറിയിടേണ്ട ആവശ്യമല്ല. അപ്പം ചെറിയ ചെറിയ ആൾക്കാർ ഇപ്പോൾ 2 പേര് കപ്പിൾസ് ആയാലും അങ്ങനെ ഒരുപാട് കപ്പിൾസ് ഫോർവേഡായിട്ട് വരുന്നുണ്ട്. കപ്പിൾസ് ആയാലും 2 ഫ്രണ്ട്സുമായിട്ടൊക്കെ ചെയ്യുന്നവർ. അപ്പം ഞാൻ എന്താ പറയുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ലോക്കലായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സായ ഷെഫുമാരുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെഫുമാരുണ്ടാവും. അപ്പം നിങ്ങൾ എന്നിട്ട് അവരൊരു അഡ്വൈസ് എടുക്കണം. ചിലപ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കണം, ഫസ്റ്റ് ഒരു മിനിമം, അല്ല ക്യാഷ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒറ്റ സുഹൃത്തായിരിക്കും. അപ്പം അവരിൽ നിന്ന് ഒരു അഡ്വാൻസ് നല്ല എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും, മിനിമം ഒരു 20 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോപ്പാണ്, നിങ്ങൾക്കാണ് യൂസ്ഫുൾ ആവും. ഇപ്പം നമ്മൾ ഏത് മേഖലയിൽ ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ നമുക്ക് സുഖമില്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കാൻ പോകണം. അതുപോലെയാണ് നമുക്ക് ഫുഡ് സംബന്ധമായിട്ട് എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഷെഫിനെ കൺസേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെഫിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് നിങ്ങളുടെ ഒരു ബിസിനസ്സിൽ നല്ല ഒരു എന്താ പറയുക നല്ല ഉയർച്ചയുണ്ടാവും, 100% ഉയർച്ചയുണ്ടാവും. അപ്പം ഞാൻ 2-3 ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ 2-3 ബിസിനസ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ഫോർവേഡ് ഞാൻ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റെസ്റ്റോറൻറ്റൊക്കെ, മനസ്സിലായോ? അപ്പം അവരിങ്ങനെ ഇപ്പം ഇന്നലെ തന്നെ 2 ദിവസം മുന്നേ തന്നെ ഒരു കപ്പിൾസ് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു ഐഡിയാസ് ചോദിച്ചു. അപ്പോൾ അവർക്കും കുറേ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ഐഡിയാസ് കിട്ടും കേട്ടോ, ഒരുപാട് ഐഡിയാസ് ഒക്കെ കിട്ടും. പക്ഷേ ഒരു പ്രാക്ടിക്കലി അല്ലെങ്കിൽ നമുക്ക് അനുഭവമാണ് ഏറ്റവും ഗുരു, മനസ്സിലായി? അപ്പം അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു 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 കാൽക്കുലേഷൻ ഒരിക്കലും നമ്മുടെ നിറയിൽ നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലൊന്നും കിട്ടൂല. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നവർ, ഒരു ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിനടുത്തുള്ള ഷെഫിന്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഷെഫിനെ പോയി കൺസൾട്ട് ചെയ്യുക. അപ്പം അവരുമായിട്ടൊന്ന് നിങ്ങളുടെ ആശയങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവരിൽ നിന്ന് കുറേ ഐഡിയ കിട്ടും, അവർ കുറേ ടിപ്സ് കാര്യം പറഞ്ഞു തരും. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും ഷെഫ് എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരും. നിങ്ങൾ എന്തായാലും ഒരു കോസ്റ്റ് കൺസേൺ ആണ്. കോസ്റ്റ് എന്തായാലും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ഒരു വ്യക്തിയാണ്. ചിലർക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നല്ല ഭയങ്കരമായിട്ട് തുടങ്ങും, പിന്നെ പിറ്റേ ദിവസം 2 മാസം കഴിയുമ്പോഴത്തേക്കും അത് പൂട്ടിപ്പോകും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ പലരും ഫുഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് തന്നെ ഷെഫിനെ കൺസൾട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ്, നിങ്ങൾ ഏത് ഫുഡ് ആവട്ടെ, ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കാണ് ഫുഡ്. അപ്പം ഫുഡ് എല്ലാം, പ്രത്യേകിച്ച് ഈ മലയാളികൾ ഏത് ഫുഡായാലും അവർ സ്വീകരിക്കുന്ന വ്യക്തികളാണ്, മനസ്സിലായി? ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിന് എത്രമാത്രം ക്യുസൈൻസ് ആണ് മതി, എന്തുമാത്രം നമ്മൾ അറിയാൻ പോലും എല്ലാം പറ്റാത്തതാണ്. അപ്പം അത്രയും ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ഷെഫിനെ അഡ്വൈസ് എടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലായാലും നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും, നിങ്ങൾക്ക് നല്ലൊരു സ്കോപ്പ് ആവും. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഈ അഡ്വൈസ് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. ഓക്കെ, ബൈ.